ആ നീച്ചു പോയിക്കണോ? എന്ത് പറ്റി നേരത്തൊക്കെ നീച്ചാന്? ആ നേരെ നോക്കുമ്പോ തന്നെ മിറ്റടിച്ചു വരാനാ ഇറങ്ങിയിരിക്കണത്. എന്തമ്മ? എല്ലാരും സർവ്വസാധാരണ അടുക്കളന്റെ ഉള്ളിലത്തെ പണിയോള് കഴിഞ്ഞിട്ടാണ് മിറ്റടിച്ചു വരാനൊക്കെ ഇറങ്ങുള്ളൂ. ഇത് നേരെ തിരിച്ചാണ്. ആ ചായയും കടിയൊക്കെ ഒന്നാണ്ട് ഉണ്ടാക്കി കൂടെ എനിക്ക് പോയിട്ട്. എന്ത് പറഞ്ഞാലും പെണ്ണ് മുണ്ടാതെ ഇങ്ങനെ നിക്കണത്. എന്ന് ഞാൻ എന്താ പഠിക്കാനാ ഈ പെരനുള്ളത്തെ കാര്യങ്ങളൊക്കെ? ഞാൻ ആര് പറഞ്ഞു തരൂച്ചിട്ടാണ്? നേരെ വെളുത്തേക്ക് തന്നെ ഓളൊരു ചൂട് കൊടുത്തുങ്ങാണ്ട് ഇറങ്ങിയിരിക്കണ്. ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കണത്. അടുക്കളത്തെ എല്ലാ പണികളും കഴിഞ്ഞിക്കണ്. ഏ ചായയും കടിയൊക്കെ കഴിക്കണം. എന്നാ പിന്നെ എന്റെ തൊള്ളേല് നാവില്ലേ പറയാന്? ഞാൻ ഇത്രയും പറയുമ്പോ ചെന്ന് മുണ്ടാതെ ഇങ്ങനെ നിക്കണത്. നോക്കി നിക്കാതെ അരി മൂലൊക്കെ ഒന്ന് നല്ല അടിച്ചു വരി എടുക്ക്. നല്ല പൊടി പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ആണ് തെളിച്ചാളാ. ആ എന്ത് ഇമ്മ ഇങ്ങനെ താത്തൊക്കെ ഇനി വേറെ പോവാൻ കാരണം ഇമ്മ തന്നെയാണോ? ഉമ്മാന്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നലല്ലേ കല്യാണം കഴിഞ്ഞത്. ഇന്നിപ്പോ നേരെ പോലത്തെ പോത്തിന് പണിയെടുക്കായിട്ട് തിരക്കുള്ളൂ. നല്ല സൈക്കോ ആണോ? എല്ലേതും ഉണ്ടാക്കി വെച്ചിട്ട് തന്നെ പൊയ്ക്കണത്. മറ്റോളെ പോലൊന്നും അല്ലല്ലേ. മറ്റോട് പിന്നെ പറഞ്ഞാ തന്നെ കേക്കുള്ളൂ. വെറുതെ പോയി ചോദിക്കണ്ടിണ്ടായിരുന്നില്ല. ആദ്യം തന്നെ അടുക്കളയിലൊന്ന് നോക്കിയാൽ മതിയായി. ഇതിപ്പോ ഒരു കുറ്റം പറയാനും ഇല്ല. പെണ്ണെന്താ വിളിക്കൊന്നും ചെയ്യാത്ത? ഓൾക്കിപ്പോ വിളിച്ചണൊന്നുമില്ല, ഒന്നുമില്ല. കണ്ണും പിടിച്ചണില്ല. അടിച്ചോരല് കഴിഞ്ഞിട്ട് നേരെ ആ പൊടി മണ്ണോർക്കലാണ്ട് കേറിയിക്കാണ്. പിന്നെ എന്തായാലും പഠിച്ചോരലൊക്കെ കഴിഞ്ഞു. ഇനി അടുക്കളയത്തൊക്കെ കഴിഞ്ഞു എന്ന് അറിയും ചെയ്തിച്ച്. തിരുമ്പാളൊക്കെ ഞാൻ തിരുമ്പിട്ടാ. ഇന്റെതൊക്കെ ഉണ്ട് തിരുമ്പാന്. പിന്നെ എന്റെ നിസ്കാരക്കുപ്പായും ഒക്കെ ഉണ്ട്. ഇനിയിപ്പൊ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഒക്കെ ഒന്ന് വേഗം തിരുമ്പിട് പോയിട്ട്. വാഷിംഗ് മെഷീനിലല്ലേ തിരുമ്പണത്? വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പൊന്നും വേണ്ട. കല്യാണമായിട്ട് നീ എത്ര ഉറുപ്പ്യ ചെലവഴിക്കണെന്ന് അറിയോ? പിന്നെ കറണ്ട് ബില്ല് പറയും വേണ്ട. കുത്തനെ കൂടും ചെയ്തിക്കണ്. അത് ഞാൻ അടക്കാൻ എന്താ കാട്ടാന്ന് ആലോചിച്ചിട്ടാ ഞാൻ ഇരിക്കണ്. ഇനിയിപ്പൊ എന്തായാലും ഒരു മാസമൊക്കെ നിങ്ങൾ ആ കല്ലുമ്പോ നടത്തി തിരുമ്പോട് പോയിട്ട്. അതാ നല്ലത്. വാഷിംഗ് മെഷീനിൽ എടുക്കൊന്നും വേണ്ട. വാഷിംഗ് മെഷീനിലെ തിരുമ്പുള്ളൂ. ഒറ്റ പെണ്ണിന്റെ അതേപോലെ തന്നെ. ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ? പണ്ടൊക്കെ ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടാണ് എല്ലാരും കല്ലുമ്മ തന്നെ തിരുമ്പിനതൊക്കെ. പിന്നെ ഞാൻ തിരുമ്പുമ്പോ ഇന്റെ ഒരു 3-4 ബക്കറ്റ് വെള്ളത്തിലൊന്ന് ഒലുമ്പോണ്ട് കേട്ടോ. ഇന്റെ മാക്സ് എങ്ങനെ എല്ലായിടത്തേലും ഇട്ട് തിരുമ്പണോന്ന് എനിക്ക് ഇഷ്ടല്ല. നല്ലൊന്നും തിരുമ്പിട്ടൊന്ന് ഒലുമ്പിടൊക്കെ ചെയ്യേ. എന്നപ്പോ ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് ഒരു പണി ഇല്ലേനു. എന്തായാലും ഓളെല്ലാ പണികളും കേൾക്കും ചെയ്തിക്കും. പറമ്പിലൊന്ന് പോയോക്കട്ടെ. വല്ല തേങ്ങയോ പട്ട എന്തെങ്കിലും വീണുക്കോ.
ആഴ്ചത്താനും മരോളൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ പാടാണാവാ കുട്ടി. ഏടി ആ അനക്കിന്നെ മനസ്സിലായ? ഇല്ലെന്ന് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്താ അപ്പുറത്താ പെരയിലുള്ള ആടി. ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ട് വന്നതേന്ന്. എന്താ പാടൊക്കെ? ആ ആ മനസ്സിലായി. ഞാക്കേ പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. തിരുമ്പിയത് അവർക്ക് ഇത്ര നേരത്തെ തിരുമ്പലൊക്കെ കഴിഞ്ഞന്റെ? ആ തിരുമ്പല് കഴിഞ്ഞ്. ഞാന് നേരത്തെ ഒന്നാണ് തിരുമ്പിട്ട്. അന്റെ ഉമ്മ ഇല്ല ഇവിടെ? ഉമ്മ നാടാ ഔത്തുണ്ട്. എന്തേ വിളിക്കണാ? അന്റെ ഉമ്മ കാണണ്ട എന്നോടൊക്കെ വർത്താനം പറയണത്. ഒരാളും വർത്താനം പറഞ്ഞ ഒന്നും ഇഷ്ടല്ല. ഉമ്മാന്റെ വിചാരം ഉമ്മാന്റെ കുറ്റം പറയിക്കാരെന്നാണ്. എന്താ പാടൊക്കെ ഉമ്മ? കുഴപ്പൊന്നുമില്ല. അല്ല അനക്ക് താത്ത ആരേലും വിളിക്കലുണ്ടോ? എന്റെ മൂത്തച്ചി. ഇതുവരെ വിളിച്ചിട്ടൊന്നുമില്ല. എന്തേ? ആ മൂത്തച്ചിയുടെ കഥയൊക്കെ അറിയോ എനക്ക്? എന്റെ അമ്മായിമ്മേ എന്റെ മൂത്തച്ഛനെ ഇവിടുന്ന് ആട്ടിയതാണ്. മൂത്തച്ചിയുടെ പെരേരാണല്ലോ. ഓള് കല്യാണത്തിനൊന്നും വന്നിട്ടില്ല തോന്നുന്നുണ്ട്. ഇല്ല വന്നിട്ടില്ല തോന്നുന്നുണ്ട്. മൂത്തച്ചി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവരൊക്കെ. പക്ഷെ കല്യാണത്തിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേറെ പോയിക്കണെന്നാ പറഞ്ഞേട്ടത്. വേറെ പോയതോ? വേറെ പോയതൊന്നുമല്ല. എന്റെ അമ്മായിമ്മ ഇവിടുന്ന് ആട്ടിയതാണ് മോളെ. ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിങ്ങാണ്ട്. ആ പെണ്ണ് ഇങ്ങനെ ചത്തുകുത്ത് പണിയോൾ കൊടുക്കുന്നതിന്റെ ഉള്ളില്. എന്നാലോ അതിനൊക്കെ കുറ്റേന്ന് എന്റെ അമ്മായിമാക്ക്. പാവം ഒരു പെണ്ണേന്നടി. നിന്റെ ഏറെ കമ്പനി ചെയ്യുന്നോള്. ഞങ്ങൾ രണ്ടാളും എപ്പോഴും വർത്താനം പറച്ചിലും കളിയും ചിരിയൊക്കെ തന്നെയായിരുന്നു. അവസാനം എന്റെ അമ്മായിമ്മ പറഞ്ഞു ഇതൊന്നും ഇവിടെ പാടില്ല, അമ്മായിമാരുടെ കുറ്റം പറയാണ് പറഞ്ഞിട്ട് തിരക്കോടും. പിന്നെ ആ പെണ്ണിനും തന്നെ മടുത്തിട്ട് പെണ്ണ് പെരേക്ക് പോയതാണ്. എങ്ങനെ എന്നോടൊക്കെ പെരുമാറ്റം? അല്ലെങ്കിൽ ഇമ്മക്ക് ചെറിയൊരു ദേഷ്യം ഉണ്ട് ഇന്നോടും. ഇപ്പൊ ഇന്നലെയല്ലേ കല്യാണം കഴിഞ്ഞ. ഇന്ന് നേരം വെളുത്തപ്പോത്തിന് തന്നെ ഭയങ്കര ചൂടായിങ്ങാണ്ടൊക്കെയാണ് സംസാരിക്കണത്. ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. എനിക്ക് പറയാനുള്ള എന്താന്ന് അറിയോ? സഹിച്ചു പിടിച്ച് നിക്കണ്ട. ഓളെന്നെ കൊറേ സഹിച്ചു പിടിച്ച് നിന്നതാണ്. ഇജ് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോ. നല്ല സ്ട്രോങ്ങിൽ തന്നെ നിന്നാ മതി. അന്നെ ഇവിടുന്ന് പറഞ്ഞയക്കൊന്നുമില്ല എന്തായാലും. തള്ളയുടെ മകൻക്ക് ഇന്നൊരു പെണ്ണൊന്നും കിട്ടുന്നില്ല. കാരണം മൂത്ത മകന്റെ പെണ്ണുങ്ങൾ പോയതല്ലേ. ഇതന്നെ ഓല് എങ്ങനെ അന്വേഷിക്കാതൊക്കെ അന്നെ കല്യാണം കഴിച്ചതാ തോന്നുന്നുണ്ട്. ഇജ് പോയാ ഓനക്ക് ഒരു പെണ്ണൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് അന്റെ പോസ്റ്റലിനെ കാരം ഗോളൊക്കെ. ഇജ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നാ മതി. ഇപ്പൊ അമ്മായിമാക്ക് കയ്യിനും കാലിനൊന്നും ഒരു കേടും ഇല്ല. ഇപ്പൊ എന്റെ പിന്നാലെ പണിയെടുക്കാനൊക്കെ അമ്മായിമാക്ക് പറ്റും. വെയ്യാത്ത കാലത്തല്ലേ അപ്പൊ ഇജ് നോക്കണം. ഇനി ഞാൻ ഇവിടെ വന്നൊന്നും പറയൊന്നും വേണ്ട. അത് ഇഷ്ടപ്പെടൂല. കണ്ടുകാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവൂടി. ഞാൻ എനിക്ക് നല്ല കാര്യം പറഞ്ഞതാ. നമുക്ക് എന്റെ മാപ്പിളുടെ ഇപ്പൊ നല്ലപോലെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമ്മള് സ്ട്രോങ് ആയി നിക്കണടി. ഞാൻ ആ പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് പറയാണ്. ആ പെണ്ണ് അനുഭവിച്ച അത്രയൊന്നും ഈ അനുഭവിക്കാതിരിക്കട്ടെ. എന്തായാലും പണികളൊക്കെ നടക്കട്ടെ. ഞാൻ ഇവിടെ ഉണ്ടാവും. എന്താവശ്യം ഉണ്ടെങ്കിൽ എനക്ക് എന്നെ വിളിക്കട്ടോ. ഞാൻ എന്റെ അമ്മായിമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതേ കാരം. ഞാൻ എന്തായാലും നാട് പോട്ടെ. ആയിക്കോട്ടെ എന്നാല്. അങ്ങനെയാണ് കാര്യങ്ങളില്ലേ. ഇനി താത്താക്കൊന്ന് വിളിച്ചു നോക്കണം. എന്താ ഏതാന്നൊക്കെ ഒന്ന് അറിയണം എന്നുണ്ടെങ്കിൽ. എന്നോട് കൂടുതൽ നേരം എന്താണ് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കാലോ. ഞാൻ മുണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിലേ താത്താന്റെ പോലെ തന്നെ ആവും എന്റെ ജീവിതം. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. ഇപ്പൊ തൽക്കാലം അറിഞ്ഞ ഭാവം നടിക്കണ്ട. എന്താവും നോക്കാം. ഇന്നാണല്ലോ വിളിക്കുന്നു. ഹലോ, വാലേക്കും അസ്സലാം.
സുഖാണമ്മ, കൊഴപ്പൊന്നുമില്ല. ഇവിടെ അതിന് ആരുമില്ല, ഞാനും എന്റെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. കുടുംബക്കാര് ഇവർക്ക് അങ്ങനെ കുടുംബക്കാരില്ല തോന്നുന്നുണ്ട്. അല്ലെ ഇപ്പൊ കല്യാണം കഴിഞ്ഞാല് പിറ്റേ ദിവസം തന്നെ എല്ലാരും പോവോ? വേറെ ഒരു പരിപാടി ഇവിടെ ഇല്ല തോന്നുന്നുണ്ട്. ഞാനും ഇക്കും കൂടി 2 ദിവസം കഴിഞ്ഞിട്ടാണ്ട് വരാൻ നിക്ക. ഉം ഏയ് പണികളൊന്നുമില്ല, ഒക്കെ എന്റെ അമ്മായിമ്മ എടുക്കണത്. നിങ്ങൾ മുണ്ടാതെ പോയിക്കോളി നിങ്ങൾ അവിടുന്ന്. എല്ലാ പണിയുമ്മ ഞാൻ ഒറ്റക്ക എടുക്കണത്. ഈ പെരന്റെ ഉള്ളത്തെ സകല പണിയോളും തിരുമ്പല് വരെ കല്ലുമ്മയാണ്. എല്ലായിടത്തും വാഷിംഗ് മെഷീനെങ്കിലും ഉണ്ടാവും ഇപ്പൊ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിലൊന്നും തൊടാൻ പോലും എന്റെ അമ്മായിമ്മ അയക്കണില്ല. ഈ കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഈ ജീവിതകാലം എന്തേക്കാരന്റെ അവസ്ഥ. ഒരു നേരെ ഇരുത്താൻ സമ്മതിക്കൂല. ഇപ്പൊ എന്റെ അമ്മായിമ്മ പറമ്പിക്ക് എന്താ തേങ്ങ എന്തോ പെറുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ഒന്ന് ഇരുന്നതാ. അങ്ങനെയൊക്കെ തന്നെയാണ്. ഒന്നും പറയാതിരിക്കാ നല്ലത്. പിന്നല്ലേ അമ്മ, ഇവൾക്കൊരു മൂത്തച്ചി ഉണ്ട് പറഞ്ഞില്ലേ, അത് കല്യാണത്തിനൊന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പൊ എന്നോട് ഇവിടുത്തെ അയൽവാസിയത്തെ ഒരു പെണ്ണ് പറയേ, ആ പാവം പുരുഷനെ ഇവിടുന്ന് ആട്ടിയതാണത്രേ തള്ളേ. എന്തൊക്കെ സ്വത്തിന്റെ മുതലിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് പറഞ്ഞയച്ചതാണ്. പിന്നെ ഏത് സമയം അവൾക്ക് പണിയോൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂന്ന്. ആ പെണ്ണ് അനുഭവിച്ച അത്രയൊന്നും ഈ അനുഭവിക്കാതിരിക്കട്ടെ എന്നും പറഞ്ഞു ആ താത്തന്നോട്. കണ്ടിട്ട് വെറുതെ പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം താത്താന്റെ അടുത്ത സുഹൃത്താണ് എന്നാ പറഞ്ഞത് എന്നോട്. ഇമ്മ എന്നെ കാണണ്ട, ഇമ്മ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണെന്നും പറഞ്ഞു. ഇന്നേറ്റിന് എന്തെങ്കിലും പറയാൻ പറ്റേ, അതിനുള്ള മറുപടി ഞാൻ തന്നെ കൊടുത്തോണ്ട്. നേരെ നോക്കി ഇതുവരെയായിട്ട് ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല. ഇനി എന്താ കാട്ടണ്ടെന്നുള്ളത് എനിക്കറിയാം. മുണ്ടാതെ നിന്നിട്ട് ഒരു കാര്യമില്ലമ്മ. അവനാന്റെ ജീവിതം നോക്കണം എന്നുണ്ടെങ്കിലേ ഞാൻ തന്നെ നോക്കണം. വേറെന്താ, വേറൊന്നുമില്ല. ചായ ഒന്നും കുടിച്ചിട്ടില്ല, കുടിക്കണം. നേരം കൊറേ ആവും ചെയ്തു. ഇവളിപ്പോ ഇതൊക്കെ പോയി, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അമ്മ ഞാൻ ഇവിടെ വിളിക്കട്ടോ. ശരി എന്നാ. ആർക്കാണ് ഇങ്ങനെ ഫോൺ വിളിക്കണത്? എന്റെ അമ്മയാണ്. എന്തിനാണ്? എമ്മ വെറുതെ വിളിച്ചതാണ്, എന്റെ സുഖവിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാന്. ഞാൻ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് എന്റെ കുറ്റം വിളിച്ച് പറയേക്കാരല്ലേ. എന്താ അനക്ക് ഇത്ര തോനെ ഫോൺ വിളിക്കാനുള്ള ഇതിന്റെ ഉള്ളില്? ഇന്നലെ ഇങ്ങോട്ട് പോന്നിട്ടല്ലേ വിളിച്ച് പെരേന്ന്. എനിക്ക് എന്ത് കുറ്റമ്മ പറയാനുള്ളത്? എനിക്ക് ആരെ കുറ്റം പറയാനില്ല. ഇപ്പൊ ഇന്നലെ വന്ന് കേറി എനിക്കെന്ത് കുറ്റം ഇപ്പൊ നിങ്ങളത് പറയാണ്ടാവുക? ഇല്ല, ഒന്നും പറയാനുണ്ടാവൂല. അല്ലെങ്കിൽ ഏത് മരക്കൾക്ക് അമ്മായിമാരുടെ ഒക്കെ കുറ്റം പറയാനില്ലാതിരിക്കുക? പാവ അമ്മായിമാര്, ഓലൊക്കെ ഒരു ഇടങ്ങറേ. ജാതി മരക്കളൊക്കെ അല്ലേ വന്ന് കേറുന്നത്. എന്തായാലും പോയിട്ടേ തുള്ളി കഞ്ഞിര വെള്ളം എടുത്തു കൊടുന്ന. ആ പറമ്പ് പോയി തേങ്ങ ഒക്കെ നോക്കിയപ്പോത്തിന് എനിക്ക് ദാഹിച്ചിട്ട് നിക്കാൻ വെച്ച. ചെല്ല. പണി പണി പണി. ഞാനെന്ത് കുട്ടീന്നുള്ള ബോധല്ലേ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ. തൊള്ളക്കിട്ട് രണ്ട് കൊടുക്കാനാ തോന്നുന്നത്. നേരെ ഇരിക്കാൻ സമ്മതിക്കണില്ല. കാണിച്ചു കൊടുക്കാൻ ഓള് മഴയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ. ദാഹിച്ചിട്ടാണ് ഈ നിക്കാൻ വെച്ച. പിന്നെ അന്റെ സ്വർണ്ണൊക്കെ എവിടെ വെച്ചിക്കണത്? അതുകൊണ്ട് എടുത്ത് തന്നാളാ, ഞാൻ എടുത്ത് വെച്ചോളാം. നിന്റെ സ്വർണ്ണം എന്തിനാ നിങ്ങൾക്ക്? എന്റെ അടുത്തുണ്ട്. ഇവിടെ അതൊന്നും പറഞ്ഞാ പറ്റൂല. ഞാനാണ് എല്ലാ സ്വർണവും ഒക്കെ എടുത്ത് വെക്കല്. ഇപ്പൊ മറ്റുള്ള സ്വർണ്ണൊക്കെ ഞാൻ തന്നെ ഇന്ന് എടുത്ത് വെച്ചിരുന്നത്. തന്നെ ഓരോരോ തിരക്കും പടയും ഉണ്ടാക്കിങ്ങാണ്ട് വേറെ താമസിക്കണം എന്ന് പറഞ്ഞിട്ട് ഓല് വേറെ പോയി. ഇപ്പൊ ഓൽക്ക് സുഖായി. അതിപ്പോ തൽക്കാലം അൽമറയിൽ ഇരിക്കല്ലേ, അതവിടെ ഇരുന്നോട്ടെ. പിന്നെ എനിക്ക് നല്ല സ്വർണ്ണല്ലേ, അതിന്റെ അടുത്തല്ലേ വെക്കാൻ നല്ലത്. അവിടെ ഇരുന്നോട്ടെ. അല്ലമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? താത്ത ഇവിടുന്ന് പോയതാണോ അത് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയച്ചതാ? എന്നോട് ആരാടി ഇല്ലാത്തതൊക്കെ പറഞ്ഞത്? എന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഇജ്ജറിയണത്? ഇല്ലാത്ത കാര്യമൊന്നുമല്ല, എനിക്ക് നന്നായിട്ട് അറിയാം.
ഉള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ എന്ത് വിചാരിച്ച് ഞാൻ ഒന്നും അറിയില്ലാന്നോ? എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിക്കണ്. താത്താന്റെ പെരയിലാണെന്നും കല്യാണത്തിനൊന്നും വന്നിട്ടില്ലാന്നും എനിക്കറിയാം. അന്നെ ഞാനേ നിങ്ങൾ ആ പേടിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മക്കളെ എടുത്ത് നടത്തിയാ മതി. എന്റെ അടുത്ത് നടത്താൻ വരണ്ട കേട്ടോ. ഇങ്ങക്ക് കയ്യിനും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലമ്മ. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ എല്ലാ പണികളും ഒറ്റയ്ക്ക് എടുപ്പിച്ചപ്പോ തന്നെ നിങ്ങക്ക് നിങ്ങളെ സ്വഭാവം ഏകദേശം മനസ്സിലായതാണ്. ഇനി ഇവിടെ പണികൾ എടുക്കണം എന്നുണ്ടെങ്കിലേ നിങ്ങളും കൂടി കൂടേണ്ടി വരും ഇതിന്റെ ഉള്ളില്. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നുള്ള ആ വിചാരം ഉണ്ടല്ലോ, മനസ്സിൽ നിന്നാണ് മാറ്റി വെച്ചാളി. എന്താ പഠിച്ചോനെ ഇപ്പൊ ഞാനീ കേക്കണതൊക്കെ? ഇവള് മറ്റോളെ പോലൊന്നും ഇല്ല. ഇവൾക്ക് വായിലും നാവും ഇത്രങ്ങാനുണ്ട്. ഇനി ഇവളോട് നല്ലപോലെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് കേട്. എന്റെ തടിക്ക് ചെയ്യണം പറ്റും. വന്ന പാടന്നെയല്ല പണിയോട് എടുപ്പിക്കണ്ടിട്ടീര പൂരിപ്പറ്റി. ഭയങ്കര നാവന്നെ, വല്ലാത്തൊരു പെണ്ണ്. അധികം ഭേദം മറ്റോളന്നെയാണ്. ഇതൊക്കെ ഇനി ഇവളറിഞ്ഞത് ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. പണ്ടൊന്നും ചോദിച്ചോണ്ടില്ല. ഞാനാണെങ്കി ആ പെണ്ണിന് കൊടുക്കാന്ന് പറയും ചെയ്തിന്ന്. ഇപ്പൊ എന്താ കാട്ടുക?